നിലമ്പൂരിലെ ആവേശ പ്രചാരണത്തിന് ഉജ്ജ്വലമായ കൊട്ടിക്കലാശം. കൊടികളും കട്ടൗട്ടുകളുമായി നഗരത്തിലാകെ പ്രവർത്തകർ നിറഞ്ഞു. ഇടയ്ക്കിടെ പെയ്ത മഴയിലും പ്രവർത്തകരുടെ ആവേശം കെട്ടില്ല. മുന്നണി സ്ഥാനാർത്ഥികൾ റോഡ് ഷോയായാണ് കൊട്ടിക്കലാശത്തിന് എത്തിയത്. ആവേശം അലകടലായി. നിലമ്പൂർ നഗരം ജനാധിപത്യ ഉത്സവത്തിന്റെ അരങ്ങായി. കൊട്ടിക്കലാശത്തെ അണികൾ ആവേശത്തിന്റെ പരകോടിയിലെത്തിച്ചു. ഇടയ്ക്കിടെ പെയ്ത മഴ പോലും പ്രവർത്തകരുടെ ആവേശാഗ്നിയെ കെടുത്തിയില്ല. ചെണ്ടമേളവും ബാൻഡ് സെറ്റും ഒരുക്കിയും കൊടികളേന്തിയും പ്രവർത്തകർ കൊട്ടിക്കലാശത്തിലെ ആധിപത്യത്തിനായി മത്സരിച്ചു. സ്ഥാനാർത്ഥികളുടെ കട്ടൗട്ടുമായാണ് ചിലർ എത്തിയത്. രാവിലെ ആരംഭിച്ച റോഡ് ഷോയ്ക്ക് ശേഷമാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് കൊട്ടിക്കലാശത്തിനെത്തിയത്. വഴിക്കടവിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയ്ക്ക് നിലമ്പൂർ ടൗണിൽ ആവേശോജ്വല സമാപനം. മണ്ഡലത്തിനകത്തും പുറത്തും നിന്നുള്ള നൂറുകണക്കിന് പ്രവർത്തകർ കൊട്ടിക്കലാശത്തിനെത്തി. വികസനം എണ്ണിപ്പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് M സ്വരാജ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു ജനസഞ്ചയമാണ്. സമുദ്ര സമാനമായ ജനസഞ്ചയം. ശരിക്കും ആവേശത്തിന്റെ തിരയൊടുങ്ങാത്ത ഒരു കടലിരമ്പമാണ്. നോക്കൂ നിങ്ങൾ ഈ ആൾക്കൂട്ടത്തെ. അവരാവേശത്തിന്റെ കൊടുമുടിയിലാണ്. ഇത് ഈ നാടിന്റെ ഹൃദയസ്പന്ദനം നമ്മുടെ മുൻപിൽ വിളിച്ചു പറയുന്നുണ്ട്. ഉച്ചയോടെയാണ് UDFന്റെ റോഡ് ഷോ വഴിക്കടവിൽ നിന്ന് ആരംഭിച്ചത്. വർണ്ണാഭമായ ബൈക്ക് റാലി നിലമ്പൂരിലെത്തിയതോടെ പ്രവർത്തകരുടെ ആവേശം അണപൊട്ടി. ത്രികോണ മത്സരമില്ലെന്നും മത്സരം LDFും UDFും തമ്മിലെന്നും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. നല്ല നിലമ്പൂരിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൈകോർക്കുക എന്ന ഒരു ചിന്തയിലേക്ക് നാട് മാറിയിരിക്കുന്നു. അതിന് എന്നെ പിന്തുണക്കുന്നു എന്ന് അവർ നമ്മളോട് ഏറ്റുപറയുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ഇതൊരു ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങും നിലമ്പൂർ, ഒരു സംശയമില്ല. വൈകിയെത്തിയ BJP അവസാന ലാപ്പിൽ നിറഞ്ഞാടി. നഗരത്തിലെങ്ങും കാവിക്കൊടി നിറച്ച് BJP പ്രവർത്തകർ കൊട്ടിക്കലാശം കളറാക്കി. NDA സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ വികസനം എന്താണെന്ന് കാണിച്ചു തരാമെന്ന് PK കൃഷ്ണദാസ്. 60 കൊല്ലം കാലത്തിനിടയിൽ നിലമ്പൂരിൽ കോൺഗ്രസിനും CPMനും സാധിക്കാത്തത് 6 മാസം ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ, മോഹൻ ജോർജിന് ഒരു അവസരം ലഭിച്ചാൽ ഞങ്ങൾ നടപ്പാക്കും. അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെ ഓരോ ദിവസവും അത്ഭുതപ്പെടുത്തിയ PV അൻവർ പക്ഷേ കൊട്ടിക്കലാശത്തിനെത്തിയില്ല. കഴിഞ്ഞ ദിവസം റോഡ് ഷോ നടത്തിയത് കൊണ്ടാണ് കൊട്ടിക്കലാശം ഒഴിവാക്കിയത്. പകരം പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനാണ് അൻവർ ശ്രമിച്ചത്. 3 ആഴ്ച നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ എല്ലാ ആവേശവും പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു കൊട്ടിക്കലാശം. നാളെ നിശബ്ദ പ്രചരണത്തിന്റെ ദിനമാണ്. മറ്റന്നാളാണ് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഗതി നിർണായകമായ വോട്ടെടുപ്പ്. ടീം ന്യൂസ് മലയാളം, നിലമ്പൂർ.